ഹോംലി സ്റ്റാർ, ഫാമിലി സ്റ്റാർ എന്നുള്ളൊരു തിരുത്തുണ്ട്. ജനപ്രിയ നായകനല്ല അദ്ദേഹം. എല്ലാം ഞാൻ തന്നെ. സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ ഇവൻ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടോവിയുടെ ചേട്ടൻ എന്റെ സെറ്റിലുണ്ട്, ടിങ്സ്റ്റൻ ചേട്ടൻ, അദ്ദേഹം അതിന്റെ പ്രൊഡ്യൂസർ. അപ്പൊ ഇന്ന് എവിടെയാ? ഇന്ന് UK എന്ന് പറയും. UK-ലാണ് പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. പിറ്റേ ദിവസം ഇവനെ വിളിക്കുമ്പോൾ എവിടെയുണ്ട്? താമരശ്ശേരി. UK എന്ന് താമരശ്ശേരി എത്തി എത്ര പെട്ടെന്ന്. ഇവന് ഉറക്കമൊന്നുമില്ലേ? അത് ഒരു 10-25 ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രഷോ ഷോട്ട് അടിച്ച് ഉറക്കമില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്ക് ചേട്ടനും മാനേജറിനും എന്തോ ഓടി ഒപ്പം എത്താൻ പറ്റാത്തതുകൊണ്ട് അവര് ഷിഫ്റ്റ് എടുത്തിട്ട് കണ്ടുകൂടെ നടക്കുന്നത്. അതായത് ഒരു 5 ദിവസം എൻ്റെ കൂടെ പോകും, പിന്നെ അവർ മടുക്കുമ്പോൾ മറ്റേ ആളെ വിടും. അവര് ഷിഫ്റ്റ് എടുത്തുകൊണ്ട് പക്ഷേ ഇവൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ കരിങ്കല്ല് പോലെ നിൽക്കുന്നുണ്ട്. കൂടെ സുരഭിയും. അപ്പൊ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജെനുവിൻലി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്ര എടുക്കൂല. എനിക്ക് എന്നെ കൊണ്ട് ഇനി നിന്റെ അവിടുത്തെ മരണമാസം ഇങ്ങനെ പ്രൊമോഷനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാനൊന്നുമില്ല, എന്നെ കൊണ്ടൊന്നും വയ്യ. ഇങ്ങനെ കുറച്ചൊക്കെ വേണ്ട വരും, നീയല്ലേ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും ഉറപ്പില്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റില്ല. അതാണെങ്കിൽ നോക്കാം. അപ്പോൾ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ ഇതിന്റെ ആ തുടക്കം മുതലുള്ള ജേണി മുതൽ 2016 മുതൽ ഇപ്പൊ ഇന്ന് റിലീസിന്റെ തലേദിവസം വരെ ഇവിടെ നിൽക്കുമ്പോൾ വരെ. ഇന്നിപ്പോ എവിടെ നിന്ന് നിങ്ങൾ വരുന്നത്? ഹൈദരാബാദ്, ബോംബെന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബോംബെയിൽ നിന്ന് രാവിലെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. എയർപോർട്ടിൽ വെച്ച് 2 ഇന്റർവ്യൂ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പോൾ ഇനി ഇന്ന് നാളെ ഉണ്ടാവും തോന്നുന്നല്ലേ? അപ്പൊ ഇനി അങ്ങോട്ടുണ്ട്. നാളെ റിലീസാണ്. ശരിയാ. അതിന് ഓണാഘോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സക്സസ് സെലിബ്രേഷൻ ഉണ്ട് ദുബായി. അപ്പൊ ആ രീതിയിൽ ഇവര് ഇതിനു വേണ്ടിയിട്ട് മരിച്ചു നിന്നിട്ടുണ്ട്. ഈവൻ ലിസ്റ്റിൻ ചേട്ടനാണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇത്രയും റിസ്ക് എടുത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക, ഇതിനെ വിശ്വസിക്കുക, ടോവിനെ വിശ്വസിക്കുക, ഇത് ഇത്രയും സ്ക്രീൻസിൽ റിലീസ് ചെയ്യുക, 3D എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യാന്ന് പറയുന്നതൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് ആവുന്നതുകൊണ്ടാണല്ലോ. പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിതായിട്ടുണ്ട് ഇതിന്റെ റൈറ്റർ. അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ സഞ്ചരിച്ച അന്ന് 2017 സുജിതായിട്ട് അവിടെ ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ക്ലാസ്സിൽ വെച്ച് കണ്ടത് ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് മുതൽ പിന്നെ നോക്കുമ്പോഴൊക്കെ സുജിതേട്ടൻ ഇതിന് ഈ പടത്തിന് വേണ്ടിയിട്ടാണ് 7-8 വർഷമായിട്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ സുജിതേട്ടൻ വേറെ സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു ജേർണി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പൊ അതും അദ്ദേഹത്തിനും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ആക്ടേഴ്സ് ആയിട്ടുള്ള ബഞ്ചു, നമ്മുടെ വിശ്വജിത്ത്, സുരഭി, ഇവിടെ ഇല്ലാത്ത മറ്റേ ആക്ടേഴ്സ് എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കംപ്ലീറ്റ് ത്രൂ ഔട്ട് ആയിട്ട് നിന്നിട്ടുണ്ട്. ഞാനും ഇതിനകത്തൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഷൂട്ടിംഗ് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഞാൻ പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിൽ ന്യൂമോണിയ വന്നു, ആശുപത്രിയിൽ 2 ആഴ്ച അഡ്മിറ്റായി, കിടപ്പിലൊക്കെ ആയി. അത്രയും കഷ്ടപ്പാടായിരുന്നു ഷൂട്ട്. ഇവന്മാരത് എങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും. കുട്ടി അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ഷൂട്ട് കിടക്കും. അതിന് ന്യൂമോണിയ ആയിട്ട് ഒന്നുമില്ല. കുട്ടീനെ ഇത്തിരി ഇരുപത്തൊക്കെ വലിച്ചടിക്കുന്നു. കുട്ടിയുടെ ഷൂട്ടാണ്. അതുണ്ട്. കാരണം ഇത് നമ്മൾ ഡിസംബർ ജാനുവരിയിലേക്ക് ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നത്. ഫെബ്രുവരിയിലായിരുന്നു ഡേറ്റ്. അപ്പൊ എനിക്ക് ടെൻഷൻ. ഇനിയിപ്പോ നേരത്തെ എങ്ങാനും വന്നാൽ ഞാൻ വീട്ടിലില്ലെങ്കിൽ ആ ടെൻഷൻ ഉണ്ട്. ഒരു അച്ഛന്റെ രോഗം കിട്ടും. അപ്പൊ അതിന്റെ പ്രഷറും കൂടെ ഉണ്ടായിരുന്നു. എനിക്കപ്പോ ഇത് തീർത്തിട്ട് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ ഈ പറയുന്ന പോലെ രാത്രി പകലില്ലാത്ത ഷൂട്ട്, ഒരു പ്രത്യേക ലൊക്കേഷൻ വരുന്നത് അല്ലേ? എന്റെ ബുദ്ധിമുട്ട് ഇത്രയൊന്നും വരില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര സക്സസ്ഫുൾ ജേണിയാണ് സോഫാർ ഈ സിനിമ. കഷ്ടപ്പാടുകളിൽ കൂടിയൊക്കെ ആണെങ്കിലും എത്രയും ബുദ്ധിമുട്ട് കൂടുന്നതോറും സിനിമയുടെ ഉയരം കൂടുന്നതോറും രുചി കൂടുമെന്ന് അറിയില്ല. അതുപോലെ കഷ്ടപ്പാട് കൂടുന്നതോറും സിനിമയുടെ വിജയം മധുരകരമായിരിക്കും എന്നുള്ളതാണ് സിനിമയുടെ ചരിത്രം തെളിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആവട്ടെ, അതുപോലെ തന്നെ ആവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും പേരുടെ എല്ലാവരുടെയും എഫേർട്ട് നാളെ പേ ഓഫ് ചെയ്യും. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. 3Dയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഒരു കേരളത്തിൻ്റെ ഒരു
നാട്ടിൻപുറം ഒരു വില്ലേജ് സെറ്റിങ്ങിൽ ഒരു അഡ്വഞ്ചർ സിനിമ. അതിൻ്റെ അകത്ത് പല കാലഘട്ടങ്ങളായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ, വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് ആ സിനിമയിൽ. അതുകൊണ്ട് എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. ഒരു 5 വയസ്സ് മുതൽ പറയാം ഏറ്റവും പ്രായമുള്ള ഒരാൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.